പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ 10th ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇത് നമ്മുടെ മൻസൂർ അലി സാറ് നമ്മുടെ തൊഴിൽ വിധിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേരള ചരിത്രത്തിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതുകൂടി കാണാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യൻ കരസേനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കരസേനാ അംഗങ്ങളായ വനിതകളുടെ ഒരു സമുദ്ര പായ്വഞ്ചി പ്രയാണം ആരംഭിച്ച തുറമുഖം ഏതാണ്? എന്താണ് ചോദ്യം. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യൻ കരസേനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കരസേനാ അംഗങ്ങളായ വനിതകളുടെ ഒരു സമുദ്ര പായ്വഞ്ചി പ്രയാണം ആരംഭിച്ച തുറമുഖം ഏതാണെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മുടെ ചെന്നൈ ആണ് കേട്ടോ. അപ്പോൾ ചെന്നൈ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യൻ കരസേനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കരസേനാ അംഗങ്ങളായ വനിതകളുടെ ഒരു സമുദ്ര പായ്വഞ്ചി പ്രയാണം ആരംഭിച്ചത് ചെന്നൈയിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 2022 ഫെബ്രുവരിയിൽ നടത്തിയ 70ാമത് ദേശീയ സീനിയർ വോളിബോൾ ടൂർണമെൻറ്റിൽ തുടർച്ചയായി 4ാം തവണയും വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ടീം ഏതാണ്? എന്താണ് ചോദ്യം. വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 2022 ഫെബ്രുവരിയിൽ നടത്തിയ 70ാമത് ദേശീയ സീനിയർ വോളിബോൾ ടൂർണമെൻറ്റിൽ തുടർച്ചയായും 4ാം തവണയും വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ടീം ഏതാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കേരളം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 2022 ഫെബ്രുവരിയിൽ നടത്തിയ 70ാമത് ദേശീയ സീനിയർ വോളിബോൾ ടൂർണമെൻറ്റിൽ തുടർച്ചയായി 4ാം തവണയും വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ടീം ഏതാണ്? കേരളമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഗവേഷണത്തിനും വികസനത്തിനും പ്രതിരോധത്തിനും സുരക്ഷാ ആവശ്യങ്ങൾക്കും ഒഴികെ ഡ്രോണുകളുടെ ഇറക്കുമതി 2022 ഫെബ്രുവരിയിൽ നിരോധിച്ച രാജ്യം ഏതാണ്? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഗവേഷണത്തിനും വികസനത്തിനും പ്രതിരോധ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ സുരക്ഷാ ആവശ്യങ്ങൾക്കും ഒഴികെ ഡ്രോണുകളുടെ ഇറക്കുമതി 2022 ഫെബ്രുവരിയിൽ നിരോധിച്ച രാജ്യം ഏത് തന്നെയാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഇനി ഡ്രോണുകൾ എന്തിനൊക്കെ ഉപയോഗിക്കാവും? ഗവേഷണത്തിനും വികസനത്തിനും പ്രതിരോധ ആവശ്യത്തിനും സുരക്ഷാ ആവശ്യങ്ങൾക്ക് മാത്രമേ ഡ്രോണുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി എനിക്ക് പറയേണ്ടത് അൺഅക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നിലവിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സും വളരെ മികച്ച എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരംഭം എന്ന പേരിലുള്ള 55 ദിവസത്തേക്കുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അതിലേക്ക് ഞാനും നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആണ് പഠിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവ് എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള SCRT മൊത്തം കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലേക്കുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവലിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് ഉയരെ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഉയരെ എന്ന് പറയുന്ന ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ KS എക്സാമിൻ്റെ ആണ് കേട്ടോ, ഉയരെ. അപ്പോൾ ഇതിനും ഒരുപാട് ആൾക്കാർ, ഇത് പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ചാണ്. തീർച്ചയായിട്ടും അതിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിവറേജസ് LD ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിവ്കോ LD എക്സാമിലേക്കുള്ള ജേതാവ് എന്ന പേരിലുള്ള 100 ദിവസത്തെ കോഴ്സ് അവൈലബിൾ ആണ്. അറിവ് എന്ന പേരിലുള്ള 120 ദിവസത്തെ കോഴ്സ്, അത് കേരള SCRT കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അറിവ് എന്ന പേരിലുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ പ്ലസ് ടെസ്റ്റുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അൺഅക്കാഡമിയിൽ കൊടുക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു കോഡ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ ലഭിക്കാനായിട്ട് HPL 10 എന്ന് പറയുന്ന ഈ കോഡ് ഒന്ന് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. HPL 10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെ ഉള്ള ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾ അൺഅക്കാഡമിയുടെ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 29% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ പ്ലാൻസ്. ഇതൊക്കെയാണ് കണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കോഡ് HPL 10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൻ്റെ ഒരു കുറവിനകത്ത് നിങ്ങൾക്ക് അൺഅക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസരം നല്ലപോലെ തന്നെ യൂസ് ചെയ്യുക. അൺഅക്കാഡമി മെമ്പർ ആവുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ പേര് തന്നെ HarishankarPL എന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അൺഅക്കാഡമിയിലെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം HarishankarPL എന്ന് സെർച്ച് ചെയ്ത ശേഷം പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന അൺഅക്കാഡമിയുടെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
എന്തുകൊണ്ട് കേരയിൽ ആരുടെ പുസ്തകമാണ് എന്താണ് ചോദ്യം. എന്തുകൊണ്ട് കേരയിൽ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണെന്നാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ആരുടേതാണ്? തോമസ് ഐസക്കിൻ്റെയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. തോമസ് ഐസക്കിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് എന്ത്? എന്തുകൊണ്ട് കേരയിൽ. അപ്പോൾ എന്തുകൊണ്ട് കേരയിൽ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? തോമസ് ഐസക്കിൻ്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക. 5ാമത്തെ ചോദ്യം, 2022 ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസിൻ്റെ ഫുട്ബോൾ കപ്പിൽ ജേതാവായ രാജ്യം ഏതാണ് എന്താണ് ചോദ്യം. 2022 ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസിൻ്റെ ഫുട്ബോൾ കപ്പിൽ ജേതാവായ രാജ്യം ഏതാണ്? സെനഗലാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സെനഗലാണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ 2022 ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസിൻ്റെ ഫുട്ബോൾ കപ്പിൽ ജേതാവായ ടീം ഏതാണ്? സെനഗലാണെന്ന് അറിഞ്ഞിരിക്കുക. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കേരളത്തിലെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? കോട്ടയത്തെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കേരളത്തിലെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? കോട്ടയത്തിനാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 7ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? നമ്മുടെ സെബിയുടെ നിലവിലത്തെ ചെയർപേഴ്സൺ ആരെന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. ആരാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മാധവി പുരി ബുച്ചാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മാധവി പുരി ബുച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിലവിലത്തെ ചെയർപേഴ്സണാണ് ആര്? മാധവി പുരി ബുച്ച്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 8ാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിൽ സഹകരണ മന്ത്രാലയം രൂപവൽക്കരിച്ച വർഷം ഏതാണ് എന്താണ് ചോദ്യം. കേന്ദ്ര സർക്കാരിൽ സഹകരണ മന്ത്രാലയം രൂപവൽക്കരിച്ച വർഷം ഏതാണെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ഏത് വർഷമാണ്? 2021 ജൂലൈയിലാണ്. 2021 ജൂലൈയിലാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരിൽ സഹകരണ മന്ത്രാലയം രൂപവൽക്കരിച്ച വർഷം ഏതാണ്? 2021 ജൂലൈ ആണെന്ന് അറിഞ്ഞിരിക്കുക. 9ാമത്തെ ചോദ്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ആരാണെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ആരാണ്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ചേതൻ ഘട്ടാണ് കേട്ടോ. ചേതൻ ഘട്ടയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ചേതൻ ഘട്ടാണെന്ന് അറിഞ്ഞിരിക്കുക. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യയുടെ UPI പ്ലാറ്റ്ഫോം സ്വീകരിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ UPI പ്ലാറ്റ്ഫോം സ്വീകരിക്കുന്ന ആദ്യ രാജ്യം ഏതാണെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. അപ്പോൾ ഏത് രാജ്യമാണ് ഇന്ത്യയുടെ UPI പ്ലാറ്റ്ഫോം സ്വീകരിക്കാനായി തീരുമാനിച്ചത്? നമ്മുടെ നേപ്പാൾ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നേപ്പാളാണ് ഇന്ത്യയുടെ UPI പ്ലാറ്റ്ഫോം സ്വീകരിക്കുന്ന ആദ്യ രാജ്യമാണേത്? നേപ്പാൾ എന്ന് അറിഞ്ഞിരിക്കുക. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ 11ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വെങ്ങാനൂരാണ് അല്ലേ. അപ്പോൾ വെങ്ങാനൂർ വെച്ചാണ് അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയതെന്ന് അറിഞ്ഞിരിക്കുക. അയ്യങ്കാളിയും നമ്മുടെ മഹാത്മാഗാന്ധിയും കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? വെങ്ങാനൂരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് 12ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ആരുടെ പുസ്തകമാണ് മലബാർ കലാപം? കെ മാധവൻ നായരുടെ പുസ്തകത്തിൻ്റെ പേരാണ് മലബാർ കലാപം. മാധവൻ നായർ മലബാർ കലാപം. 13ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയ സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ആരെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. അപ്പോൾ കുണ്ടറ വിളംബരം നടത്തിയപ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ രാജാവ്? നമ്മുടെ ബാലരാമവർമ്മയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ബാലരാമവർമ്മയുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? കുണ്ടറ വിളംബരം നടത്തുന്ന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ബാലരാമവർമ്മയാണെന്ന് അറിഞ്ഞിരിക്കുക. 14ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇക്കൂട്ടത്തിൽ ആരാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹികളിൽ ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹികളിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെ നോക്കിയാലോ? ഓപ്ഷൻ എ കുഞ്ഞാപ്പി ഉൾപ്പെടുന്ന വ്യക്തിയാണ്. ഗോവിന്ദ പണിക്കർ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. ബാഹുലയൻ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹികളിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. ഓക്കെ അല്ലേ? കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. 15ാമത്തെ ചോദ്യം, വിമോചന സമരം ആരംഭിച്ച വർഷം ഏതാണ്? വിമോചന സമരം ആരംഭിച്ചതെന്നാണ് 1959 ജൂൺ 12 അല്ലേ. അപ്പോൾ നമ്മുടെ വിമോചന സമരം ആരംഭിച്ചതെന്നാണ് 1959 ജൂൺ 12 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിക്കുന്നത്. മലയാളി മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു ഒപ്പുവെച്ചത് എത്രാമതാണ്? എത്രാമതാണെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. 3ാമതാണ് എന്ത് ചെയ്യുന്നത്? മലയാളി മെമ്മോറിയലിൽ ഡോക്ടർ പൽപ്പു ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ മലയാളി മെമ്മോറിയലിൽ ഡോക്ടർ പൽപ്പു ഒപ്പുവയ്ക്കുന്നത് എപ്പോഴാണ്? 3ാമതാണെന്ന് അറിഞ്ഞിരിക്കുക.
17ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്ന രഹസ്യ പത്രിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കീഴരിയൂർ ബോംബ് കേസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രഹസ്യ പത്രികയാണ് എന്ത്? സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം നമ്മുടെ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. 18ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? എൻ്റെ നാടുകടത്തൽ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? നമ്മുടെ രാമകൃഷ്ണ പിള്ളയുടേതാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എൻ്റെ നാടുകടത്തൽ ആരുടേതാണ്? രാമകൃഷ്ണ പിള്ളയുടേതാണ് കേട്ടോ. എൻ്റെ നാടുകടത്തൽ ആരുടേതാണ്? രാമകൃഷ്ണ പിള്ളയുടേതാണ്. അപ്പോൾ ശരിയായ ജോഡി ഇതിൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ മാത്രമേ ഇതിനകത്ത് ശരിയായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നമുക്കടുത്ത് 19ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അവർണർക്ക് പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് ഏത് സ്ഥലത്തേക്കാണ് സവർണ ജാഥ നടത്തിയതെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? അവർണർക്കും പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് ഏത് സ്ഥലത്തേക്കാണ് സവർണ ജാഥ നടത്തിയതെന്നാണ് 19ാമത്തെ ചോദ്യം. എവിടത്തേക്കാണ്? തിരുവനന്തപുരത്തേക്കാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ അവർണർക്ക് പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് നമ്മുടെ സവർണ ജാഥ നടന്നതെന്ന് അറിഞ്ഞിരിക്കുക. 20ാമത്തെ ചോദ്യം, പൗരസമത്വവാദം എന്ന് പറയുന്ന പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന് പറയുന്ന പ്രശസ്ത ലേഖനം എഴുതിയതാരെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന് പറയുന്ന പ്രശസ്തമായ ലേഖനം എഴുതിയതാരാണ്? പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 18 പൗരസമത്വവാദം എന്ന് പറയുന്ന പ്രശസ്ത ലേഖനം എഴുതിയതാരാണെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. ആരുടേതാണ് പൗരസമത്വവാദം? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TK മാധവൻ്റെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. TK മാധവൻ എഴുതിയ ലേഖനമാണെന്ത്? പൗരസമത്വവാദം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 20 പ്രധാനപ്പെട്ട കറണ്ട് അഫെയറിൽ നിന്നുള്ള ചോദ്യങ്ങളും കേരള ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ്. അപ്പോൾ എനിക്കിനി പറയേണ്ടത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ 150 ദിവസത്തേക്കുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ കോഴ്സുകൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ദൗത്യം എന്ന പേരുള്ള 150 ദിവസത്തെ കോഴ്സാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? HPL 10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുക കേട്ടോ. HPL 10 ആണ്. HPL 10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. 10 മുതൽ 29% വരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫർ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.